ലോകത്തിൻ്റെ ഏതറിവുകളും കൈക്കുമ്പിളിലേക്ക് കോരിക്കൊടുക്കാൻ പാകത്തിൽ AI സാങ്കേതിക വിദ്യ വളർന്ന കാലമാണ്, ടെക്നോളജി വളർന്ന കാലമാണ്. പക്ഷേ ടെക്നോളജി വളരുമ്പോൾ കുട്ടികളെ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും, ഇനി ഞങ്ങളെ വേണ്ടി വരുമോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലോകത്ത് എത്ര ടെക്നോളജി വളർന്നാലും, ലോകത്ത് എത്ര അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളുണ്ടായാലും മനുഷ്യൻ്റെ ബുദ്ധിയായിരിക്കും അതിനെയെല്ലാം എക്കാലവും അതിജീവിച്ചു നിൽക്കുക എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അപ്രസക്തരാകാൻ പോകുന്നില്ല. പിന്നെ എന്താണ് നമ്മളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായ കാര്യം? നമ്മൾ സർവൈവ് ചെയ്യാൻ പഠിക്കുക എന്നതാണ്. ഒരു കാലത്തോട് അഡാപ്റ്റഡ് ആകാൻ പഠിക്കുക എന്നതാണ്. ഇന്നത്തെ കുട്ടികൾക്ക് 2 പ്രശ്നങ്ങളാണ് ഞാൻ കാണുന്നത്. രക്ഷിതാക്കൾ എന്ന നിലയിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കുറേ രക്ഷിതാക്കൾ കൂടിയുണ്ട്. നമ്മുടെ മക്കൾക്ക് എന്താണ് കുഴപ്പം? നമ്മുടെ മക്കൾ ഏറ്റവും മിടുക്കരാണ്, നല്ല മത്സര ബുദ്ധിയുള്ളവരാണ്, നല്ല കോമ്പറ്റബിലിറ്റി ഉള്ളവരാണ്, നല്ല എഫിഷ്യൻസി ഉള്ളവരാണ്. പക്ഷെ 2 കുഴപ്പം ഈ കുട്ടികൾക്കുണ്ട്, ഈ ജനറേഷനുണ്ട്. ഒന്ന്, അവർക്ക് റിജക്ഷൻ താങ്ങാൻ കഴിയില്ല, തോൽവികൾ ഏറ്റുവാങ്ങാൻ അവർക്ക് കഴിയില്ല. അത് നമ്മൾ ശീലിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അവർക്ക് തോൽക്കാൻ കഴിയില്ല. 2ാമത്തെ കാര്യം, ഒരു വിജയത്തിന് വേണ്ട ക്ഷമ അവർക്കില്ല. എല്ലാം ഇപ്പം കിട്ടണം, ഇപ്പം നടക്കണം. ആം ഐ റൈറ്റ്? ശരിയാണോ മക്കളെ? ശരിയാണോ? നമ്മൾ 2 കാര്യം ജയിച്ചാൽ നിങ്ങൾ ലോകത്തെ ജയിക്കും. ഒന്ന്, ഇതൊരു ബലിപെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. പക്ഷെ ആ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ത്യജിക്കാനുള്ള മനസ്സാണ്. കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് ജയിച്ചവരെല്ലാം കുറേ തോൽവി ഏറ്റുവാങ്ങിയവരാണ്. നമ്പർ 1. 2ാമത്തെ കാര്യം, നിങ്ങൾക്കൊരു കാര്യം നേടണമെങ്കിൽ അനേകം കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കണം. അനേകം കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ഒരു കാര്യം നിങ്ങൾക്ക് നേടാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങൾ നേടിയ ആളുകൾ ലൈം ലൈറ്റിൽ വരുമ്പോൾ, അവർ താരശോഭയോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം, ആ നിൽക്കുന്ന മനുഷ്യർ എല്ലാം നേടിയവരല്ല, എല്ലാം നേടിയവർ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.